നിലവിൽ ഷൂട്ട് നടക്കുന്ന ഈ സിനിമയുടെ മൊത്തം ഷൂട്ട് ഫെബ്രുവരി മാസം തന്നെ കംപ്ലീറ്റ് ആകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അജിത്തിനെ നായകനാക്കി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം വരുന്നതായ റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ ഈ ചിത്രം NTR സിനിമയ്ക്ക് ശേഷമായിരിക്കും, അതുപോലെ KGF 3 എന്ന സിനിമകൾക്ക് ശേഷമായിരിക്കും ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത് ജസ്റ്റ് ഒരു റൂമറുകൾ മാത്രമാണ്. ഷൈൻ നിഗം നായകനാവുന്ന ഒരു തമിഴ് സിനിമ ഇപ്പോഴത്തെ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മദ്രാസുകാരൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് വാലി മോഹൻദാസും കൂടിയാണ്. ജഗദീഷാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രൊമോ വീഡിയോ എല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ പ്രൊമോ എല്ലാം നോക്കുകയാണെങ്കിൽ ഈ സിനിമ പൊതുവെ ഒരു ക്ലീശ ചിത്രമായിരിക്കില്ല എന്ന് ഉറപ്പാണ്. സൂര്യനായകനാവുന്ന അടുത്ത മൾട്ടിസ്റ്റാർ ചിത്രമാണല്ലോ സൂര്യ 43. ഇപ്പോഴത്തെ ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ ഇപ്പോഴത്തെ ബോളിവുഡിൽ നിന്ന് ജാൻവി കപൂർ എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ട് ഫെബ്രുവരി മാസം മധുരയിലായിരിക്കും ആരംഭിക്കുക. സൂര്യയുടെ 2 പാർട്ടുകളായിട്ട് വരുന്ന ചിത്രമാണല്ലോ കങ്കു എന്ന ചിത്രം. ഈ സിനിമയിൽ ഇപ്പോഴത്തെ ഒരു ക്യാമിയോ റോൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഇപ്പോഴത്തെ ബോളിവുഡിൽ നിന്ന് കാർത്തിക് ആര്യനായിരിക്കും ആ ക്യാമിയോ റോളിൽ എത്തുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ലീഡും കൂടിയായിരിക്കും കാർത്തിക് ആര്യൻ അവതരിപ്പിക്കുന്ന ആ ക്യാരക്ടർ. സിനിമയിൽ മെയിൻ വില്ലനായി എത്തുന്നത് ബോബി ഡിയോളും കൂടിയാണ്. ഇനി ഈ സിനിമയുടെ എൻ്റയർ ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ സിനിമയുടെ എഡിറ്റിംഗ് ആൻഡ് VFX വർക്കുകളായിരിക്കും ഇനി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഇനി ഒരു ടീസർ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ മാർച്ചിലായിരിക്കും ഈ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ ടീസർ എല്ലാം വരിക. സിനിമ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലായിരിക്കും ഇപ്പോൾ റിലീസിന് എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ധനുഷിനെ നായകനാക്കി ശേഖർ കമൽ സംവിധാനം ചെയ്യുന്ന D51 എന്ന ചിത്രം ഇപ്പോഴത്തെ ഷൂട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഇപ്പോഴത്തെ നാഗാർജുനും ധനുഷുമുള്ള കോംബോ സീൻസുകളായിരിക്കും ഷൂട്ട് ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ജനുവരി മാസം 25-ാം തീയതി ആയിരിക്കും നാഗാർജുന ഈ സിനിമയിൽ ജോയിൻ ചെയ്യുക. രാഷ്മിക മന്ദന അടുത്ത ഷെഡ്യൂളിലായിരിക്കും ഈ സിനിമയിൽ ജോയിൻ ചെയ്യുക. ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് ഇപ്പോഴത്തെ മ്യൂസിക് എല്ലാം ചെയ്യുക DSP ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രദീപ് രംഗനാഥൻ നായകനാവുന്ന അടുത്ത ചിത്രമാണ് LIC എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ ജനുവരി മാസം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ സിനിമയുടെ റിലീസെല്ലാം ദീപാവലി സ്പെഷ്യലായിട്ടായിരിക്കും എത്തുക. പ്രദീപ് രംഗനാഥനെ കൂടാതെ തന്നെ സിനിമയിൽ കൃതി ഷെട്ടി, നയൻതാര എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. വിജയ് ചിത്രം ഗോട്ട് എന്ന സിനിമയുടെ ചെന്നൈ ഷെഡ്യൂൾ ഇപ്പോഴത്തെ ജനുവരി മാസമാണ് ഇനി കംപ്ലീറ്റ് ആവുക. അതിനുശേഷം ഫെബ്രുവരി 10-ാം തീയതി ആയിരിക്കും ശ്രീലങ്കയിലെ തന്നെ പുതിയ ഷെഡ്യൂളെല്ലാം ആരംഭിക്കുക. അതിനുശേഷം ഇപ്പോഴത്തെ ഈ ടീം പ്ലാൻ ചെയ്യുന്നത് മാനാട് സിനിമയിൽ എയർപോർട്ട് സീൻ ഷൂട്ട് ചെയ്ത അതേ സ്ഥലത്തായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ടെല്ലാം ഒരു പക്ഷേ മാർച്ചിലോ ഏപ്രിലോ ആയിരിക്കും അവസാനിക്കുക. പൃഥ്വിരാജും ബേസിലും ഒന്നിക്കുന്ന വിപിൻദാസ് ചിത്രമാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം. ഈ സിനിമ ഇപ്പോഴത്തെ മെയ് റിലീസായിട്ടായിരിക്കും എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സിനിമ ഒരു പക്ക ഫെസ്റ്റിവൽ എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരിക്കും. അതുപോലെ സോങ്സ് ആൻഡ് ഫൈറ്റും ഈ സിനിമയിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ ഷൂട്ട് നടക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത്. H വിനോദിൻ്റെ സംവിധാനത്തിൽ വിജയ് സേതുപതിയും യോഗി ബാബുവും പ്രധാന വേഷത്തിൽ വരുന്ന ഒരു സിനിമ വരുന്നതായ റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ ഈ ചിത്രം ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ കോമഡിയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. രാംചരൺ നായകനാവുന്ന ചിത്രമാണ് ഗെയിം ചേഞ്ചർ എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ ഫെബ്രുവരി മാസം തന്നെ കംപ്ലീറ്റ് ആകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ ഒരു പക്ഷേ സെപ്റ്റംബറിലോ അല്ലെങ്കിൽ ഒക്ടോബറിലോ ആയിരിക്കും റിലീസിന്.